സാമൂതിരിയുടെ മേൽക്കോയ്മ ഉറപ്പിക്കാൻ വേണ്ടിയാണ് മാമാങ്കം തുടങ്ങുന്നത്. അത് വളരെ ക്രൂരായ ഒരു ഏർപ്പാടാണ്. അപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന രാജാവിൻ്റെ അടുത്ത് കുറേ സന്യാസിമാർ വന്നിട്ട് ഇങ്ങനെ ഉണ്ട് ഇടപെടണം എന്ന് പറഞ്ഞാൽ അവർക്കൊരു രാജവാഴ്ച വീണ്ടും അവരുടെ ഒരു ഇത് വരുമല്ലോ, ഒരു പ്രാധാന്യം വരുവാണ്. ബ്രിട്ടീഷുകാരല്ല, ഈ സാമൂതിരിയാണ് ചെയ്തത്. ഈ കിണറിലിടുകയാണ്. ആ കാര്യം ബ്രിട്ടീഷുകാർ തുടർന്നു. പൊട്ടക്കെട്ടിലേക്ക് തള്ളുക എന്നുള്ളതാണ്. കാരണം തെളിവൊന്നും ഉണ്ടാവില്ല. ഇന്നലെ വന്ന വാർത്തയിൽ ആനന്ദവനം ഭാരതി മുഖ്യമന്ത്രി പിണറായി വിജയനെ വെല്ലുവിളിച്ചിട്ട് അനുമതി വാങ്ങിയെന്നാണ്. രേഖാമൂലം ഗവൺമെൻറ് അനുമതി കൊടുത്തായിട്ട് എനിക്കറിയില്ല, വാക്കാല അനുമതിയാണ്. ഒരു ദിവസം 50,000 ആൾ വരും എന്ന് പറയുന്ന ഒരു പരിപാടി, കേരളത്തിലെ പല പ്രദേശങ്ങളിൽ നിന്ന് സന്യാസിമാരും ഭക്തന്മാരും ഒക്കെ വരുന്ന ഒരു പരിപാടിക്ക് വേണ്ടി പെർമിഷൻ ചോദിക്കുമ്പോൾ അത് എന്തിനാ? അത് ഒരു ചന്ത നടത്താൻ വേണ്ടിയല്ലല്ലോ. കേരളത്തിനെ പലതരത്തിലുള്ള ആഘോഷങ്ങൾ നമ്മളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് സംഘപരിവാരം അതുപോലുള്ള ആളുകളൊക്കെ. നമുക്കറിയാം, ഈ രക്ഷാബന്ധൻ മഹോത്സവമാണ് നമ്മൾ ആദ്യം കുറേ ആളുകൾ പരിചയപ്പെടുത്തിയത്. പിന്നീട് ഗണേശ ഉത്സവങ്ങൾ പരിചയപ്പെടുത്തി. ഇതാ പുതിയൊരു പരിചയപ്പെടുത്തൽ നടന്നിരിക്കുകയാണ്. കേരള കുംഭമേള എന്നാണ് പുതിയ ഒരു കാര്യമായിട്ട് വന്നത്. അപ്പോൾ അത് ഭാരതപ്പുഴയുടെ തീരത്ത് ഈ മാസം 16-ാം തീയതി അതിൻ്റെ ആദ്യ ചടങ്ങുകൾ ആരംഭിച്ചു എന്നാണ് അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൻ്റെ ഉദ്ഘാടനം 19-ാം തീയതി നടക്കും. അത് ഫെബ്രുവരി 3-ാം തീയതിയോടുകൂടി ഇത് അവസാനിക്കുകയും ചെയ്യും. അങ്ങനെ നീണ്ടു നിൽക്കുന്ന ഒരു കുംഭമേള പരിപാടിയായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം അതിന് ആദ്യ ഘട്ടത്തിൽ തന്നെ അതിൽ ചില വിവാദങ്ങളൊക്കെ ഉണ്ടായി. ആദ്യ വിവാദം, കുംഭമേളയ്ക്ക് ഭാരതപ്പുഴയുടെ തീരത്ത് അനുമതി കൊടുക്കാമോ, അവിടെ നിർമ്മാണ പ്രവർത്തനം നടത്താമോ, ഒരു പാലം യാഗം നടത്തേണ്ടുന്ന പുഴയുടെ നടുവിലേക്ക് ഒരു പാലം വേണ്ടി വന്നു. ആ പാലം നിർമ്മിക്കുന്നതിന് സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത ഒരു ഹിന്ദു ആയിട്ടുള്ള വില്ലേജ് ഓഫീസറാണ്. അതോടൊപ്പം അവിടുത്തെ കളക്ടർ ഒരു ഹിന്ദു ആണ്. പക്ഷെ അതിന് സർക്കാർ നദീതീരത്ത് നടക്കുന്ന ഒരു പരിപാടിക്ക് അനുമതി നിഷേധിച്ചതിൻ്റെ ഭാഗമായിട്ട് ജിഹാദികൾക്ക് വേണ്ടി സർക്കാരുകൾ പ്രവർത്തിക്കുകയാണെന്ന് പറഞ്ഞ് വലിയ ആരോപണമൊക്കെ ഉണ്ടായി. എന്തായാലും ഇപ്പോൾ കളക്ടറും ഇവരൊക്കെ ആയിട്ട് നടത്തിയ തീരുമാനത്തിന് പുറത്ത് ഇപ്പോൾ കുംഭമേളയുടെ തുടക്കം കുറിച്ചിട്ടുണ്ട്. വാക്കാലുള്ള അനുമതി നൽകിയതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ കുംഭമേളയ്ക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള കുറേ ഐതിഹ്യങ്ങൾ, മാമാങ്കമായിട്ടുള്ള ചില ബന്ധങ്ങളൊക്കെ അവർ നിർമ്മിച്ചിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ ഒരു സാഹചര്യം. എങ്ങനെയാണ് ഈ ഒരു കുംഭമേള പുതിയതായി അവതരിപ്പിക്കുന്നതിനെ കുറിച്ച് തോന്നുന്നത്? തിരുനാവായയിലാണ് കുംഭമേള നടക്കുന്നത്. മലപ്പുറം കുംഭമേള എന്നാണ് സംഘപരിവാർ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് സ്ഥലവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കുംഭമേളയാണോ എന്ന കാര്യത്തിൽ തന്നെ സംഘപരിവാറിൻ്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. തീരുമാനമായിട്ടില്ല. കാരണം കുംഭമേള പാരമ്പര്യമായിട്ട് ചരിത്രപരമായിട്ട് 4 സ്ഥലങ്ങളിലാണ് ഇന്ത്യയിൽ നടക്കുന്നത്. അത് ഒന്ന് അലഹബാദാണ്, 2 ഹരിദ്വാറാണ്, 3-ാമത്തേത് ഉജ്ജയിനിയിലാണ്, 4-ാമത്തേത് നാസിക്കിലാണ്. അപ്പോൾ കുംഭമേളയുടെ ഒരു ഹിസ്റ്ററി എടുത്താൽ ഈ 4 സ്ഥലങ്ങളിൽ 12 വർഷത്തിലൊരിക്കലൊരു ആണ് കുംഭമേള നടക്കുക. നൂറ്റാണ്ടിലൊരിക്കൽ എവിടെയെങ്കിലും ഒരു കുംഭമേളയും നടക്കും ഈ 4 കേന്ദ്രങ്ങളിൽ. കേരളത്തിൽ ഇതുവരെ അങ്ങനെ ഒരു കുംഭമേള നടന്നിട്ടില്ല. അതുകൊണ്ട് ഇതിനെ കുംഭമേള എന്ന് വിളിക്കാമോ എന്നൊരു ചോദ്യം സംഘപരിവാറിൻ്റെ സന്യാസിയായ ചിദാനന്ദപുരിയുടെ മുമ്പിൽ വന്നു. ചിദാനന്ദപുരി ഒരു പൊതു സ്റ്റേജിലാണ് അത് പറഞ്ഞത്. പൊതു സ്റ്റേജിൽ അദ്ദേഹം കൊടുത്ത മറുപടി, നമുക്കിതിനെ കുംഭമേള എന്ന് വിളിക്കാൻ പറ്റില്ല, പക്ഷേ കുംഭമേളയോട് സദൃശമായ അതുപോലെയുള്ള കുംഭമേളയല്ല, എന്നാൽ കാണുമ്പോൾ കുംഭമേള പോലെ തോന്നുന്ന ഒരു കാര്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. യഥാർത്ഥത്തിൽ ചിദാനന്ദപുരി, അമൃതാനന്ദമയി, ചെങ്കോട്ടുകോണം രാമദാസ മിഷനിലെ സ്വാമിമാർ അവരൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇതിൻ്റെ ഭാഗമാകുമ്പോഴും അവർക്ക് ഇതിനകത്ത് ഈ ചില ദൈക്കായിക ഉണ്ട്. ദൈക്കായിക എന്ന് പറയുന്നത് കുംഭമേള സംഘടിപ്പിക്കുന്ന ജൂന അഖാഡ എന്ന് പറയുന്ന ഉത്തരേന്ത്യയിലെ ഒരു സ്ഥാപനത്തിൻ്റെ പ്രതിനിധിയായിട്ട് ആനന്ദവനം ഭാരതി എന്ന് പറയുന്ന ആൾ മഹാമണ്ഡലേശ്വരായിട്ട് വന്നിട്ടാണ് ഇത് നടത്തുന്നത്. അദ്ദേഹം പഴയൊരു SFIക്കാരനാണ്. കേരളവർമ്മ കോളേജിലെ SFIക്കാരനായിരുന്നു. പൂർവാശ്രമത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് സലിൽ എന്നായിരുന്നു. അദ്ദേഹം ഒരു പത്രപ്രവർത്തകൻ കൂടിയായിരുന്നു. മാതൃഭൂമിയുടെക്കൊക്കെ വേണ്ടി ജോലി ചെയ്തിരുന്ന ആളാണ്. അത് കഴിഞ്ഞ് SFIയിൽ പ്രവർത്തിക്കുന്ന കാലത്ത് അദ്ദേഹം 8 കേസുകളിൽ പ്രതിയായി. ജാമ്യമില്ലാത്ത കേസുകളിൽ പ്രതിയായപ്പോൾ അദ്ദേഹം നാട് വിട്ടുപോയതാണ്. നാട് വിട്ടുപോയപ്പോൾ പിന്നെ ഇങ്ങനെ ഈ ആത്മീയ വഴിയിലേക്ക് പോവുകയാണ്. ജാമ്യം എടുത്ത് പുറത്തു വന്നാൽ മതി, പക്ഷെ അദ്ദേഹം പോയത് ഇങ്ങനെ ജൂനാഘാടയിലേക്കാണ്. ജാമ്യം കൊടുത്തിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം ഇടതുപക്ഷ രാഷ്ട്രീയമൊക്കെ വിട്ട് നേരെ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് പോയി. ഞാൻ അദ്ദേഹമുള്ള ഒരു ഇൻ്റർവ്യൂ വിശദമായിട്ട് കാണുന്നുണ്ട്. ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം,
ഇന്ത്യയിലെ സന്യാസി പാരമ്പര്യത്തിനകത്ത് രണ്ട് ഭാഗമുണ്ട്. ഒന്ന് വളരെ സായുധരായ സന്യാസിമാരുണ്ട്. അവരാണ് പഴയ സന്യാസി കലാപം നടത്തിയത്. അവരാണ് 10 ലക്ഷം പേര് സായുധമായ ആയുധ പരിശീലനം കിട്ടിയ സന്യാസിമാരുണ്ട്. അവരാണ് ബാബറി മസ്ജിദ് തകർത്തത്. അവരാണ് ഈ അഖാഡയുടെ ജൂന അഖാഡയുടെ എല്ലാ അഖാഡകളുടെയും നേതൃത്വം വഹിക്കുന്നവരാണ്. അവരാണ് ഇങ്ങോട്ട് വരുന്നത്. സന്യാസി എന്ന് പറയുമ്പോൾ പഴയ പോലെ എവിടെയെങ്കിലും ഭക്ഷണം കഴിച്ച് ധ്യാനിച്ചിരിക്കുന്ന ആളുകളല്ല. സായുധമായി ചില പ്രശ്നങ്ങളെ നേരിടാൻ ഒരുങ്ങുന്നവരാണ്. എന്ന് വെച്ചാൽ സന്യാസത്തിൻ്റെ ഒരു സ്വഭാവം തന്നെ മാറുകയാണ്. ആയുധമേന്തിയ സന്യാസിമാരാണ്. അവർ സംഘർഷങ്ങൾ ആഗ്രഹിക്കുന്നവരാണ്. അപ്പം ഇത് വളർന്നിട്ട് അവരെ ഇപ്പോൾ ഒരു ന്യായീകരണം പറയും, ഇത് ഭാർഗവ ക്ഷേത്രത്തെ പുനർനിർമ്മിക്കുകയാണ്. പരശുരാമൻ്റെ ഒരു ക്ഷേത്രമാണ് കേരളം, അത് പുനർനിർമ്മിക്കുകയാണ്. അപ്പോൾ പരശുരാമ ക്ഷേത്രം പുനർനിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംഗതി മുഴുവൻ വരുന്നത്. പരശുരാമനെ പറ്റി പറയുമ്പം കേരളം നിർമ്മിച്ചത് പരശുരാമനാണെന്നൊരു ഐതിഹ്യം അവർ പറയുന്നുണ്ടല്ലോ. ഗോകർണത്തുനിന്ന് കന്യാകുമാരി വരെ മഴ എറിഞ്ഞിട്ടാണ് പരശുരാമൻ. അത് എന്ത് മഴ നമുക്കറിയില്ല, അത്രയും ദൂരം എറിയുന്ന മഴ മിസൈലും ഒക്കെ ആയിരിക്കും പഴയ കാലത്ത്, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം. അപ്പോൾ ഈ പരശുരാമൻ്റെ ക്ഷേത്രം പുനർനിർമ്മിച്ചെടുക്കാൻ വേണ്ടിയാണ് ജൂന അഖാഡക്കാർ ഇവിടെ കുംഭമേള സംഘടിപ്പിക്കുന്നത്. പക്ഷേ ഇത് ഔപചാരികമായിട്ട് നമുക്കതിനെ കുംഭമേള എന്ന് വിളിക്കാൻ പറ്റില്ല എന്നാണ് ചിദാനന്ദപുരിയെ പോലുള്ള പണ്ഡിത ശ്രേഷ്ഠന്മാർ പറയുന്നത്. എന്തിനത് തിരുനാവായ വയ്ക്കുന്നു എന്നുള്ള പ്രശ്നമുണ്ട്. തിരുനാവായയിൽ വയ്ക്കുമ്പം മലപ്പുറം ജില്ലയിലാണ്. തിരുനാവായയ്ക്ക് വേറൊരു വലിയ പാരമ്പര്യമുണ്ട്. ആലുവ മണപ്പുറം പോലെ തന്നെ വലിയൊരു പാരമ്പര്യമുള്ള സ്ഥലമാണ്. അത് അവിടെ വരുമ്പോൾ അത് കുറേ കൂടി ശ്രദ്ധിക്കപ്പെടും എന്നാലൊക്കെയാണ്. പക്ഷേ ആരും അതിന് വലിയ ഗൗരവമൊന്നും കൊടുത്തില്ല. ഇത് പല രീതിയിൽ അദ്ദേഹം പത്രസമ്മേളനം നടത്തുന്നു. അനന്തവനം ഭാരതി വരുന്നു, അദ്ദേഹം സാമൂതിരിപ്പാടിനെ സന്ദർശിക്കുന്നു, ആഴ്വേഞ്ചേരി തമ്പ്രാക്കന്മാരെ പോയി കാണുന്നു. പക്ഷെ ആരും ഗൗരവത്തിൽ മലപ്പുറത്തുകാരെതിരെ സീരിയസ് ആയിട്ട് എടുത്തില്ല. അപ്പോഴാണ് രണ്ട് പ്രശ്നം വരുന്നത്. ഒന്ന്, ഗവൺമെൻറ് അനുമതി കൊടുക്കുന്നില്ല. ഗവൺമെൻറ് അനുമതി കൊടുക്കാത്തത് ഇതിനകത്ത് രണ്ട് പ്രശ്നമുണ്ട്. ഒന്ന്, സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. ഒരു ദിവസം 50,000 പേര് വരുമെന്നാണ് അവർ തന്നെ പറയുന്നത്. ചിലപ്പോൾ 1,00,000 പേര് വന്നേക്കും. അങ്ങനെ ദിവസങ്ങളോളം ഇത്രയധികം ആളുകൾ ഒരു ചെറിയ പ്രദേശത്ത് വരുമ്പോൾ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ട്. രണ്ട്, ഇത് മണൽത്തിട്ട് നിരപ്പാക്കിയിട്ട് വേണം അവിടെ സ്ഥലം ഉണ്ടാക്കാൻ. നിളാനദിയുടെ മണൽത്തിട്ട ബുൾഡോസർ വെച്ച് നിരപ്പാക്കി സൗകര്യം ഉണ്ടാക്കേണ്ടതുണ്ട്. തവനൂരിനും തിരുനാവായയ്ക്കും അതിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നൊരു പാലം വേണം. 50,000 പേര് ഒരു ദിവസം വരുമെങ്കിൽ ആ പാലത്തിന് നല്ല ഉറപ്പുള്ള പാലം വേണം. പക്ഷേ താൽക്കാലികമായിട്ടൊരു പാലം ഉണ്ടാക്കുകയാണ്. അതിലുള്ളൊരു കോമഡി, നേരത്തെ ഗവൺമെൻറ് തവനൂരിനെയും തിരുനാവായനെയും ബന്ധിപ്പിക്കുന്നൊരു പാലം ഉണ്ടാക്കാൻ വേണ്ടി പ്രോജക്റ്റ് വെച്ചപ്പോൾ അതിനെതിരെ ഒരു കേസുമായിട്ട് പോയ ഒരാളുണ്ട്. അയാൾ ഇന്ത്യയിലെ വലിയ എഞ്ചിനീയർ ആണെന്നാണ് പറയുന്നത്. അയാളുടെ പേര് ശ്രീധരൻ എന്നാണ്. ഞങ്ങൾ പഠിക്കുന്ന കാലത്തെ RS-ആണ്, മെട്രോമാനാണ്. അപ്പോൾ മെട്രോമാൻ ഒരു പരാതി കൊടുത്തു, ഇതിങ്ങനെ ബന്ധിപ്പിക്കാൻ പാടില്ല, പാലം പാടില്ല എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് പാലം പണി നേരത്തെ നടക്കാതെ പോയത്. ഇപ്പം മെട്രോമാൻ അഭിപ്രായം മാറിയെന്നറിയില്ല. എന്തായാലും അവർ താൽക്കാലികമായിട്ട് ഒരു പാലം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പാലത്തിന് ഉറപ്പുണ്ടാവോ ഇല്ലയോ എന്നൊന്നും ഒരു തീരുമാനമില്ല. ഇത്രയധികം ആളുകൾ വരുമ്പോൾ ആ പാലം ആളുകൾ താങ്ങോ പുഴയിലും ആളുകൾ വീഴുമോ ഒന്നും പറയാൻ പറ്റില്ല. എന്ത് സംഭവിച്ചാലും അത് മലപ്പുറത്തായതുകൊണ്ട് നമുക്കെല്ലാം ഉത്കണ്ഠ ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം മലപ്പുറം പരമ്പരാഗതമായിട്ട് തന്നെ ഒരു കുഴപ്പം പിടിച്ച പ്രദേശമാണെന്നാണ് സംഘപരിവാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി കാണേണ്ടതുണ്ട്. അനുമതി കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നം വന്നപ്പോൾ അനന്തവനം ഭാരതിയും ചെങ്കോട്ടുകോണം മഠത്തിലെ ഒരു സന്യാസി, അദ്ദേഹത്തിൻ്റെ പേര് ശാന്താനന്ദ എന്നാണ്. ആ പേര് ശ്രദ്ധിക്കണം, ശാന്താനന്ദ എന്നാണ്. ചെങ്കോട്ടുകോണം മഠത്തിലെ ആളുകൾ പൊതുവെ കുറച്ച് BP കൂടുതലുള്ള ആളുകളാണ്. അവർ വളരെ രൂക്ഷമായിട്ട് പ്രതികരിക്കുന്നവരാണ്. അങ്ങനെ VHP ആയി നേരിട്ട് ബന്ധമുള്ള ആളുകളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മലപ്പുറം അങ്ങനെ ആരുടെയും ബാപ്പയുടെ സ്വന്തം സ്ഥലമൊന്നുമല്ല, മലപ്പുറത്ത് ഇത് നടത്തും എന്നൊക്കെ പറഞ്ഞ് പറയും. ആരും മലപ്പുറത്ത് ഒരു ബാപ്പയുടെ മക്കളും പോയിട്ട് നിങ്ങളെ നടത്താൻ പാടില്ല എന്ന് പറയുന്നില്ല. എന്തിനാ ഈ ബാപ്പയെ പറ്റി പറയുന്നത്? മലപ്പുറത്തുകാർ മുഴുവൻ മുസ്ലിങ്ങളാണ്, അവിടെ ഹിന്ദുക്കളില്ലേ. അപ്പോൾ ആരുടെയും ബാപ്പയുടെ സ്ഥലമൊന്നുമല്ല, ഞങ്ങളത് നടത്തും എന്നൊക്കെ പറഞ്ഞിട്ടാണ് വെല്ലുവിളിക്കുന്നത്. പക്ഷേ അതും ആരും ഏറ്റെടുത്തില്ല. കാരണം ഈ മാതിരി അവതാരങ്ങളൊക്കെ വരുന്നത് എന്തിനാന്നുള്ളത് മലപ്പുറത്തുകാർക്ക് അറിയാം. കുറേ കഷ്ടപ്പെടുത്ത് അനുഭവിക്കുന്നുണ്ട്. അതൊന്നും ഏറ്റുപിടിക്കാൻ ഒരാളും പോയില്ല. അപ്പോൾ അതേക്കുറിച്ചുള്ള ചർച്ചയിൽ മീഡിയ വണിൽ ഞാൻ കണ്ടൊരു കാര്യം, ഈ സി ദാവൂദ് പറഞ്ഞത് മലപ്പുറത്തുകാരെ അവിടെ സർബത്ത് വിൽക്കുന്നതാണ്. നിങ്ങളൊക്കെ അവിടെ വന്നോ, ഞങ്ങൾ നിങ്ങൾക്ക് സർബത്ത് നൽകും, മുസ്ലിങ്ങൾ സർബത്ത് വിൽക്കും, അതിൻ്റെ പണം കൂടി മുസ്ലിങ്ങൾക്ക് കിട്ടും എന്നാണ് ദാവൂദ് തമാശയായിട്ട് പറഞ്ഞത്. ദാവൂദിനോട് എനിക്ക് പറയാനുള്ള, അവിടെ സർബത്ത് വിൽക്കാനും പോകാൻ പാടില്ല, ആ വഴിക്കേ പോകാൻ പാടില്ല, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കാൻ പാടില്ല, ഇവർ നടത്തി പോയിക്കോട്ടെ എന്ന് വെക്കണം.
യഥാർത്ഥത്തിൽ ഈ ആനന്ദവനം ഭാരതിയുടെ കേരളത്തിലേക്കുള്ള വരവിൻ്റെ ഒരു ആദ്യത്തെ സ്റ്റെപ്പ് എന്ന നിലയ്ക്കാണ് നമ്മളിതിനെ കാണേണ്ടത്. കാരണം അദ്ദേഹത്തിനെ ജൂനാഗാഡ് ഏൽപ്പിച്ചു എന്ന് പറയപ്പെടുന്നത് തെക്കേ ഇന്ത്യയിൽ മുഴുവൻ ഇത്തരം ഏർപ്പാടുകൾ നടത്താനാണ്. തെലങ്കാനയിലും തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലും കേരളത്തിലും. അപ്പോൾ ആ ജോലി അദ്ദേഹത്തിന് ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിൽ കേരളം അങ്ങനെ വഴങ്ങുന്നൊരു സ്ഥലമല്ല. കാരണം ഇത്തരം ഏർപ്പാടുകൾ കുംഭമേള പോലും അങ്ങനെ വിളിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു കാർണിവൽ പോലെയോ ഒരു ടൂറിസ്റ്റ് ഏർപ്പാട് പോലെയോ ഒതുങ്ങുന്ന ഒരു സ്ഥിതിയാണ് വരാൻ പോകുന്നത്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെടുത്താതെ കുറേ മിത്തുകളെ യാഥാർത്ഥ്യങ്ങളായി ബന്ധപ്പെടുത്തി കൊണ്ടുവരേണ്ടി വരും. അത് ഏത് RSSൻ്റെ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ഏത് പരിപാടിയിലും അങ്ങനെ കുറേ കാര്യങ്ങൾ കൊണ്ടുവരും. യാഥാർത്ഥ്യമായി ബന്ധമില്ലാത്ത, ചരിത്രമായി ബന്ധമില്ലാത്ത, നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയായി ബന്ധമില്ലാത്ത കുറേ കെട്ടുകാഴ്ചകൾ, കുറേ പ്രചരണങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരും. ഇതിലിപ്പോൾ അവർ ഐതിഹ്യമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഇവിടെയാണ് യാഗം നടന്നിരുന്നതെന്നും ഈ യാഗത്തിൽ ബ്രഹ്മാവാണ് യാഗം നടത്തിയിരുന്നെന്നും അങ്ങനെ ഒരു ഐതിഹ്യമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് ആ ഐതിഹ്യത്തെ ഞങ്ങൾ പിന്തുടരുകയാണ്. 12 വർഷത്തിനൊരിക്കൽ ആ ഐതിഹ്യം എവിടുന്നാണ് എടുത്തതെന്നൊന്നും നമുക്ക് ആർക്കും അറിയില്ല. എന്തായാലും അങ്ങനെ ഐതിഹ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു ഭാഗത്ത്. മറുഭാഗത്ത് ഇതിനെ മാമാങ്കമായിട്ടും കൂടി ബന്ധിപ്പിച്ചതായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പല സംഘപരിവാർ ഹാൻഡിലുകളും പറയുന്നത് മാമാങ്കം നിർത്തിയത് ബ്രിട്ടീഷുകാരാണ്. കൊളോണിയൽ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരാണ് മാമാങ്കം നിർത്തിവെപ്പിച്ചതെന്നും അത് അവിടെ മരിച്ചു പോയിട്ടുള്ള ജിഹാദികളും അങ്ങനെ കുറേ ആളുകളുടെയൊക്കെ ആക്രമണങ്ങളുടെ ഭാഗമായിട്ട് മരിച്ചു പോയിട്ടുള്ള കുറേ ആളുകൾക്ക് വേണ്ടി ആണ് നമ്മൾ ഈ യാഗങ്ങളൊക്കെ നടത്തുന്നതൊക്കെ പറയപ്പെടുന്നത്. അപ്പോൾ ഇതൊരു തമാശയായിട്ട് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ അവസാനത്തെ മാമാങ്കം നടക്കുന്നത് കണക്കനുസരിച്ച് 1755-ലാണ്. ചരിത്രകാരന്മാർ അങ്ങനെയാണ് പറയുന്നത്. മാമാങ്കം 1755-ലാണ് അവസാനത്തെ മാമാങ്കം നടക്കുന്നത്. ബ്രിട്ടീഷുകാർ ടിപ്പു സുൽത്താൻ്റെ തോൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷുകാർ വരുന്നത് 1792-ലാണ്. അപ്പോൾ അല്ലെങ്കിൽ അതിനുശേഷമാണ് അവരിവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ഒരു തരത്തിലും ഇവരെ സംബന്ധിച്ചിടത്തോളം, സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ സംഘപരിവാർ താല്പര്യം പുലർത്തുന്ന സന്യാസിമാരെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യങ്ങളുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഈ മാമാങ്കമായിട്ട് ഇവരെങ്ങനെ ഇവരെങ്ങനെ കണക്ട് ചെയ്യുന്നത്? അല്ല, അതിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഈ മാമാങ്കം നടന്ന സ്ഥലമാണ്. അതിനേക്കാൾ പ്രധാനം അവിടെ 3 ക്ഷേത്രങ്ങളുണ്ട്. ഈ തിരുനാവായയുടെ ഒരു പ്രത്യേകത, അവിടെ ബ്രഹ്മാവിൻ്റെ ഒരു ക്ഷേത്രമുണ്ട്. ബ്രഹ്മാവിൻ്റെ ക്ഷേത്രം എന്ന് പറയുന്നത് വളരെ അപൂർവമാണ്. കേരളത്തിൽ വളരെ കുറവാണ്. ശിവനും വിഷ്ണുവിനും ക്ഷേത്രങ്ങൾ ഒരുപാടുണ്ട്, ഭദ്രകാളിക്ക് ക്ഷേത്രങ്ങളുണ്ട്. പക്ഷേ ബ്രഹ്മാവിനെ അങ്ങനെ ക്ഷേത്രത്തിൽ ആദ്യം കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ അവിടെ തവനൂരിൽ പുഴയുടെ അക്കരെ ഒരു ബ്രഹ്മാവിൻ്റെ ക്ഷേത്രമുണ്ട്. അത് പൊളിഞ്ഞു കിടക്കുന്നതാണ്, അങ്ങനെ ആരും ശ്രദ്ധിക്കാത്തൊരു ക്ഷേത്രമാണ്. ഇപ്പോഴും ഇങ്ങനെ ജീർണിച്ച് കിടക്കുന്നൊരു ക്ഷേത്രമാണ്. ഇവരാരും വഴിക്ക് പോയിട്ടില്ല. ഒരു ശിവക്ഷേത്രമുണ്ട്, ഒരു വിഷ്ണുവിൻ്റെ ക്ഷേത്രമുണ്ട്. ഈ 3 ക്ഷേത്രങ്ങൾ അടുത്ത് വരുന്നു എന്നുള്ളതാണ് തിരുനാവായയുടെ ഒരു പ്രത്യേകത. അതുകൊണ്ടാണ് ആളുകൾ അവിടെ ബലിയിടാനൊക്കെ കൃത്യമായിട്ട് പോകുന്നുണ്ട്. പിന്നെ പുഴയുടെ ഒരു സംഗമസ്ഥാനമാണ്, നീളാനദിയുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്, അറബിക്കടലിൽ ചേരുന്നതിന് മുമ്പുള്ള ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകളുണ്ട്. മാമാങ്കം നടന്നിരുന്ന സ്ഥലമാണെന്ന് പറയപ്പെടുന്നുണ്ട്. കാരണം ഇപ്പോഴും അവിടെ മാമാങ്കത്തിൻ്റെ സ്മാരകങ്ങളൊക്കെ ഉണ്ട്. നിലപാട് പറയുന്നുണ്ട്. മാമാങ്കത്തിൽ ചാവേറുകളായി എത്തുന്നവരെ കൊന്നിട്ട് അവരുടെ ശരീരം ഇടുന്ന കിണറുകളുണ്ട്. ഇതൊക്കെ ഹിന്ദുക്കൾ ചെയ്യുന്നതാണ് കേട്ടോ, വേറെ ആരും അതിനകത്തില്ല. കാരണം മാമാങ്കം എന്ന് പറയുന്നത് സാമൂതിരി രാജാവും വള്ളുവനാട് രാജാവും തമ്മിലുള്ള അധികാര തർക്കമാണ്. സാമൂതിരി പ്രബലനായി വന്നപ്പോൾ ചെറിയ ചെറിയ രാജ്യങ്ങളൊക്കെ സാമൂതിരി പിടിച്ചു തുടങ്ങി. വെട്ടത്തനാട് പിടിച്ചു, പരപ്പനാട് രാജ്യം പിടിച്ചു, വള്ളുവനാട് പിടിച്ചു. അങ്ങനെ സാമൂതിരി കീഴടക്കിയ സ്ഥലങ്ങളിൽ കുറേ കൂടി ഒരു ചെറുത്തുനിൽപ്പുണ്ടായത് വള്ളുവനാട് രാജാവും സാമൂതിരി രാജാവും തമ്മിലാണ്. ഇത് വള്ളുവനാട് രാജാവിൻ്റെ പ്രദേശം, ഗുരുവായൂർ അമ്പലം അടക്കം അങ്ങനെയാണ് വരിക. ഇതൊക്കെ സാമൂതിരി പിടിച്ചെടുത്തപ്പോൾ സാമൂതിരിയുടെ മേൽക്കോയ്മ ഉറപ്പിക്കാൻ വേണ്ടിയാണ് മാമാങ്കം തുടങ്ങുന്നത്. അത് വളരെ ക്രൂരായ ഒരു ഏർപ്പാടാണ്. കാരണം സായുധരായിട്ട് ഉള്ള ആളുകൾ, ഭടന്മാരുടെ നടുവിൽ നിലപാട് തറയിൽ സാമൂതിരി നിൽക്കും. ചുറ്റും ആയുധധാരികളായ ഭടന്മാർ വളഞ്ഞ് സംരക്ഷിക്കാൻ നിൽക്കും. അവരുടെ ഇടയിലേക്ക് ചാവേറ് വരികയാണ്. കളരി അഭ്യാസികളാണ് ചാവേറായി വരുന്നത്. അവർ വന്നിട്ട് സാമൂതിരിയെ വെട്ടിക്കൊല്ലാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അവർ സാമൂതിരിയുടെ അടുത്തെത്തുന്നതിന് മുമ്പ് തന്നെ അവർ വെട്ടേറ്റ് വീഴും. ആയിരക്കണക്കിന് ആളുകൾ അങ്ങനെ എല്ലാ കൊല്ലവും എല്ലാ തവണയും വെട്ടേറ്റ് വീഴും. വെട്ടേറ്റ് വീണ ആളുകളുടെ ശവം വളരെ മോശമായിട്ട് വെച്ചാൽ ആനയെ കൊണ്ട് ചവിട്ടിച്ച് ഒതുക്കിയിട്ട് കിണറിലേക്ക് തള്ളുകയാണ് ചെയ്യുക.
അത്ര ഇൻഹ്യൂമനായ ഒരു സംഗതിയാണ്. ബ്രിട്ടീഷുകാരുടെ കാലമാകുമ്പോഴേക്കും ഇത് ദുർബലം. കാരണം ടിപ്പു സുൽത്താനും ഹൈദരാലിയും മലബാർ പിടിച്ചെടുക്കുന്നതോടുകൂടി തന്നെ സാമൂതിരിയുടെ ശക്തി ചോർന്നു പോയി. അപ്പോൾ പിന്നീട് ഇതിനൊന്നും ആളെ കിട്ടാത്ത സ്ഥിതിയായിട്ടുണ്ട്. വെള്ളൂരിൻ്റെ രാജാവ് ദുർബലനായി, എല്ലാ രാജാക്കന്മാരും ദുർബലനായി. ബ്രിട്ടീഷുകാർ വന്നതോടെ അവരുടെ രാജാധിപത്യത്തിൻ്റെ മുകളിൽ തന്നെ ഒരു അണി അടിക്കപ്പെടുകയാണ്. അതുകൊണ്ട് ഇത് കാലക്രമത്തിൽ നിന്നുപോയതാവാനാണ് സാധ്യത. ആളുകളെ കിട്ടാതെ അങ്ങനെ നടത്താൻ കഴിയാതെ. രാജാവ് ഉണ്ടായിട്ട് വേണ്ട അതെ, രാജാവ് ഉണ്ടെങ്കിലേ രാജ്യമുള്ളൂ, രാജ്യം ഉണ്ടെങ്കിലേ രാജാവുള്ളൂ. അപ്പൊ സാമൂതിരി ഇല്ലാണ്ടായി. അതെ, സാമൂതിരിക്ക് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഇതിൽ വേറെ ഒരു കാര്യമില്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മേഖല, ഈ പ്രദേശങ്ങൾ ബുദ്ധമതത്തിന്റെ പഴയ കേന്ദ്രമാണ്, വളരെ പ്രധാനപ്പെട്ട കേന്ദ്രം. അതുകൊണ്ട് ബുദ്ധമതവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ അവിടെയുണ്ട്. ബൗദ്ധരാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറേ എണ്ണം, ഈ ശിവക്ഷേത്രവും വിഷ്ണു ക്ഷേത്രമൊക്കെ ഹിന്ദുക്കൾ പിടിച്ചെടുത്തിട്ട് ബുദ്ധൻ്റെ ക്ഷേത്രങ്ങൾ, ബുദ്ധൻ്റെ വിഹാരങ്ങൾ പിടിച്ചെടുത്തിട്ട് അവരുടെ ക്ഷേത്രങ്ങളാക്കി മാറ്റിയതാണ്. അത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ എല്ലാ സ്ഥലത്തും. അതുകൊണ്ടാണ് ഈ യാഗത്തിൻ്റെ കഥയൊക്കെ പറയേണ്ടി വരുന്നത്. കാരണം ബുദ്ധൻ മതത്തെ മറികടക്കണമെങ്കിൽ അവിടെ യാഗം നടന്ന സ്ഥലം, ഈ യാഗം നടന്ന ഒരുപാട് സ്ഥലങ്ങൾ കേരളത്തിലുണ്ട്. കണ്ണൂർ ജില്ലയിൽ ദക്ഷൻ യാഗം നടത്തിയ സ്ഥലമാണ് കൊട്ടിയൂർ. അവിടെ ശിവനും പാർവതിയും ഒക്കെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ആദിവാസികളുടെ അമ്പലമാണ്. ഇത് പിടിച്ചെടുത്താണ്. അപ്പോൾ ആദിവാസികളുടെ ഒരു അമ്പലം പിടിച്ചെടുക്കണമെങ്കിൽ, അമ്പലമല്ല, അവരുടെ ഒരു ചെറിയ ഇത് പിടിച്ചെടുക്കണമെങ്കിൽ, അവരാരാധിക്കുന്ന ചെറിയ പ്രദേശം പിടിച്ചെടുക്കണമെങ്കിൽ അവർക്കൊരു കഥ വേണം. അങ്ങനെയാണ് അവിടെ ഒരു സ്ഥലത്ത്, ഒരു തരത്തിലും ശിവനോ പാർവതിയോ എത്തിപ്പെടാൻ സാധ്യതയില്ലാത്തൊരു സ്ഥലത്ത് ഒരു ദക്ഷൻ്റെ യാഗത്തിൻ്റെ കഥ കൊണ്ടുവരുന്നു. ഇത്തരം ഒരുപാട് സ്ഥലങ്ങളുണ്ട്, യാഗം നടന്നതായിട്ട് പറയുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഒരു കഥ വേണം. ആ കഥയുടെ മുകളിൽ കുറേ കാര്യങ്ങൾ കെട്ടിച്ചമയ്ക്കണം. ഇപ്പം അത് മാമാങ്കമായി ബന്ധപ്പെടുന്നു. മാമാങ്കമായി ബന്ധപ്പെടുത്തുമ്പോൾ കണ്ടൊരു കാര്യം, യഥാർത്ഥത്തിൽ മാമാങ്കം എന്ന് പറയുന്നത് അങ്ങനെ ആധുനിക മനുഷ്യന് യോജിക്കാവുന്നൊരു കാര്യമാണ്. ആളുകളെങ്ങനെ വാളും കൊടുത്ത് വിട്ടിട്ട് കയ്യിൽ വാള് മാത്രമായിട്ട് പോയിട്ട് രാജാവിനെ കൊല്ലാൻ വേണ്ടി വിടുന്ന ഏർപ്പാട്, ശരിക്കും അത് തോക്കുള്ളൊരു കാലമാണെങ്കിൽ രാജാവിനെ എത്ര കഷ്ടപ്പെടാതെ തന്നെ നമുക്ക് രാജാവിനെ ശരിയാക്കാൻ പറ്റും. തോക്ക് കയ്യിലുണ്ട്. മാമാങ്കത്തിനെ കുറിച്ച് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു ട്രേഡ് ഫെയറും അങ്ങനെ കാര്യങ്ങളൊക്കെ ഇതിന് ബന്ധമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യ കാലഘട്ടത്തിൽ ഒരു ട്രേഡ് ഫെയർ ആവുകയും പിന്നീട് അത് ഈ പറയുന്ന നാട്ടുരാജാക്കന്മാർ അവരുടെ മൂപ്പിളമ തർക്കങ്ങളുടെ ഭാഗമായി അതിൽ കയറി ഇടപെട്ട് അത് പ്രശ്നത്തിലാക്കിയതാണ് എനിക്ക് തോന്നുന്നത്. ഇതിനിടയിൽ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ, ഈ പരാതിയിൽ ഒരാള് സാമൂതിരിയാണ്, സർക്കാരിന് നൽകിയ പരാതി, ഇപ്പൊ നൽകിയ ഒരു പരാതിയിൽ സ്റ്റോപ്പ് മെമ്മോ നൽകിയതിനെതിരെ സാമൂതിരി എന്തിനായിരിക്കും അയാൾ പരാതി നൽകിയത്? മൂപ്പരാണല്ലോ. ഇനി മാമാങ്കമാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ലോജിക്കെങ്കിൽ, യുക്തിയെങ്കിൽ, ഈ സാമൂതിരി ചെയ്തിരുന്നത് ഈ പറയുന്ന വള്ളുവനാട് എന്ന് പറഞ്ഞ ഒറ്റപ്പാലത്തും ഷൊർണൂരിൽ നിന്നുള്ള ആൾക്കാർ വെട്ടിക്കൊല്ലലാണ് സാമൂതിരി ചെയ്തിരുന്നത്. അങ്ങനെ സാമൂതിരിക്ക് ഇനിയും ആളുകളെ വെട്ടിക്കൊല്ലണമെന്നാണോ മൂപ്പര് ഉദ്ദേശിച്ചിട്ട്? അപ്പൊ എന്തിനായിരിക്കും മൂപ്പരൊരു പരാതി കൊടുത്തിട്ടുണ്ടാവുക? മാമാങ്കത്തിന്റെ ലോജിക്കിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അല്ല, ഈ സാമൂതിരിയെ സംബന്ധിച്ച് അതല്ല. സാമൂതിരിയുടെ അടുത്ത് ആനന്ദവനം ഭാരതി പോയി, ശ്രീനാഥ് കാരാട്ട് പോയി, ചിദാനന്ദപുരിയെ കാരാട്ട് എന്ന് പറയുന്നത് അദ്ദേഹമാണ് അദ്ദേഹം സന്യാസിയാണെന്നാണ് അവകാശപ്പെടുന്നത്. അദ്ദേഹമാണ് ഇതിന്റെ ഒരു സാമ്പത്തിക കാര്യങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. അദ്ദേഹമാണ് ഉടുമൽപേട്ട് എന്നുള്ള രഥയാത്ര നയിക്കാൻ പോകുന്നത്. അതെ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ്. വെച്ചാൽ ഇത് ഭക്തിയൊന്നുമല്ല, ഇതിനകത്ത് ഒരുപാട് വലിയ കച്ചവടമുണ്ട്. സാമൂതിരിയോട് പറഞ്ഞിട്ടുണ്ടാവും, ഇപ്പൊ രാജാവ് വെറുതെ വീട്ടിലിരിക്കുകയാണ്. ഇപ്പൊ രാജാവൊന്നും ഇല്ലല്ലോ കേരളത്തിൽ. ഇപ്പോൾ എവിടെയാ രാജാവ്? ഇന്ത്യയിൽ എവിടെയാ രാജാവ്? രാജവാഴ്ചയൊക്കെ പോയിട്ട് കാലം എത്രയും. അപ്പൊ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന രാജാവിന്റെ അടുത്ത് കുറെ സന്യാസിമാർ വന്നിട്ട് ഇങ്ങനെ ഉണ്ട് ഇടപെടണം എന്ന് പറഞ്ഞാൽ അവർക്കൊരു രാജവാഴ്ച വീണ്ടും അവരുടെ ഒരു ഇത് വരുമല്ലോ, പ്രാധാന്യം വരുവാണല്ലോ. അപ്പോ ഇതൊന്നും സാമൂതിരി ആലോചിച്ചിട്ടുണ്ടാവില്ല. ഇങ്ങനെയാണിത് വരാൻ പോകുന്നത്, കേരളത്തിൽ ഇങ്ങനെയാണ് ചർച്ച ചെയ്യപ്പെടുക, ഇതെന്തോ ഹിന്ദു മതത്തിന്റെ എന്തോ ഒരു വലിയ കാര്യം നടക്കാൻ പോകുന്നതായിരിക്കും ഇദ്ദേഹം പരാതി കൊടുക്കുന്നത്. കാരണം സാധാരണ ആരെങ്കിലും പരാതി കൊടുത്തിട്ട് കാര്യമില്ല. ഗവൺമെന്റിന് ഒരു പരാതി കൊടുക്കുമ്പോൾ ഒരു വലിയ സ്ഥാനത്തുള്ള ആൾ പരാതി കൊടുത്താലേ നടക്കുള്ളൂ. കാരണം നമ്മുടെ റവന്യൂ വകുപ്പല്ലേ, കേരളത്തിലെ ഏറ്റവും മോശപ്പെട്ട വകുപ്പാണ് റവന്യൂ വകുപ്പ്. അവരിങ്ങനെ ഒരു സംഗതി ആലോചിച്ച് നോക്കൂ, ഇത്രയും വലിയ ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന ഒരു പരിപാടിക്ക് വേണ്ടി പെർമിഷൻ ചോദിക്കുമ്പോൾ അവിടുത്തെ കലക്ടറും അവിടുത്തെ ADM അവിടുത്തെ വില്ലേജ് ഓഫീസറും ഒക്കെ ഇത് ഗവൺമെൻറ്റിനോട് ചോദിക്കണ്ടേ, എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കണ്ടേ. ഒരു ദിവസം 50,000 ആൾ വരും എന്ന് പറയുന്ന ഒരു പരിപാടി, കേരളത്തിലെ പല പ്രദേശങ്ങളിൽ നിന്ന് സന്യാസിമാരും ഭക്തന്മാരും ഒക്കെ വരുന്ന ഒരു പരിപാടിക്ക് വേണ്ടി പെർമിഷൻ ചോദിക്കുമ്പോൾ അത് എന്തിനാ? അത് അവർ ചന്ത നടത്താൻ വേണ്ടിയല്ലല്ലോ. അത് സീരിയസ് ആയിട്ട് എടുക്കണ്ടേ, ഗൗരവമായിട്ട് എടുക്കണ്ടേ, അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണ്ടേ. കേരളത്തിലെ റവന്യൂ മന്ത്രിക്കോ റവന്യൂ വകുപ്പിനോ ഇതിനെക്കുറിച്ച് യാതൊരു പിടിപാടുമില്ല. അവർക്ക് ഒരു കാര്യം അവരിതിനൊരു എന്താണ് നടക്കാമെന്ന് അവർക്കറിയില്ല. എനിക്ക് തോന്നുന്നു സർക്കാർ ഇതിലൊരു നിർമ്മാണ പ്രവർത്തനത്തിനോടുള്ള ഒരു ഇതായിട്ടാണ് കണ്ടത്. അതെ, ഇതെന്തോ വലിയ നിർമ്മാണം അല്ലല്ലോ. അവിടെ
ആളുകൾ വരുന്നു എന്നുള്ളതല്ലേ. എത്രയധികം ആളുകൾ ഒരു ചെറിയ സ്ഥലത്ത് വരുമ്പോൾ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ, അവർക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ. ഇത് പുഴയാണ്, ഒരു പുഴയുടെ കടലിനടുത്തുള്ള സ്ഥലത്താണ്. അപ്പം രണ്ടാമത്തത് വേസ്റ്റ്, ഇവിടെ വരുന്ന വേസ്റ്റ് എങ്ങനെയാണത് കൈകാര്യം ചെയ്യുക, ഇത്ര ആളുകളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക, തുടങ്ങി ഒരുപാട് കാര്യങ്ങളുണ്ട്. ലോ ആൻഡ് ഓർഡറിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഇതൊന്നും ഈ റവന്യൂ വകുപ്പ് കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അവർക്ക് അതിന് സമയവുമില്ല. മാത്രമല്ല ഇതൊരു വില്ലേജ് ഓഫീസറുടെ തലയിലിട്ടിട്ട് അയാൾ എന്ത് ചെയ്യാനാണ്? മാത്രമല്ല ഇതൊരു വിദ്വേഷ പ്രചാരണമാണ് എന്നുള്ളൊരു. അതെ. 2027 പ്രയാഗ്രാജിൽ നടക്കാൻ പോകുന്ന കുംഭമേളയിൽ ആ പ്രദേശത്ത് ഹിന്ദുക്കളല്ലാത്ത ആളുകളെ പ്രവേശിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഒരു തീരുമാനം ഉത്തരാഖണ്ഡ് സർക്കാർ എടുക്കാൻ പോകുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ അപ്പോൾ ഈ ഇന്ന് കുംഭമേളകൾ, അതായത് എത്രയോ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന കുംഭമേളകൾ തന്നെ ഇന്ന് വിദ്വേഷ പ്രചാരണത്തിന്റെ ഒരു സ്ഥലമായി മാറിയിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതൊരു സർക്കാർ അതിൽ കൃത്യമായി ഇടപെടുകയും, പക്ഷെ എനിക്ക് തോന്നുന്നു സർക്കാർ ഇത് നീക്കി വെച്ചിട്ട്, അതായത് അവരിൽ കാഴ്ചക്കാരായി നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത്. പകരം ഇത് വലിയ തോതിലുള്ള വിദ്വേഷ പ്രചാരണങ്ങൾ, മുസ്ലിങ്ങൾക്കെതിരെയും ജിഹാദികൾ എന്ന് വിളിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ നടക്കുന്നു. ഏത് തടസ്സങ്ങളെയും ജിഹാദികൾ എന്ന് പറയുന്ന ഒരു ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ്. മലപ്പുറത്തിന്റെ ഒരു പ്രത്യേകത വെച്ചിട്ട് ഇവരാരും ഒരു മുസ്ലിം സംഘടനയും ഇതിനകത്ത് ഇടപെടാൻ പോകുന്നില്ല. അവരെ അവഗണിച്ച് വിടുകയുള്ളൂ. കാരണം അവരെ സംബന്ധിച്ച് അവർക്കറിയാം ഇതെന്താണ് അവർ ഉദ്ദേശിക്കുന്നത് അറിയാം. ആയുധം കൊടുക്കാനൊന്നും അവർ പോയില്ല. ഈ സംഘപരിവാറിന് ആയുധം കൊടുക്കാനൊന്നും മലപ്പുറത്തെ മുസ്ലിങ്ങൾ നിൽക്കില്ല. അവർ വളരെ സമാധാനപരമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് അവർ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു സംഗതി സാധാരണ നിലയ്ക്ക് കിട്ടാനില്ല. പക്ഷേ ഇതിൽ ഈ സ്വാഭാവികമായിട്ട് വരാവുന്ന തിക്കും തിരക്കും അതുപോലുള്ള കാര്യങ്ങൾ, അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ വന്നാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഗവൺമെൻറ്റിന് മാത്രമായിരിക്കും. കാരണം ഇവരുടെ ഇതുവരെ അവർ പറയുന്ന രീതി വെച്ചിട്ട്, ഇപ്പം ഇന്നലെ വന്ന വാർത്തയിൽ ആനന്ദവനം ഭാരതി മുഖ്യമന്ത്രി പിണറായി വിജയനെ വെല്ലുവിളിച്ചിട്ട് അനുമതി വാങ്ങിയെന്നോ, രേഖാമൂലം ഗവൺമെൻറ് അനുമതി കൊടുത്തായിട്ട് എനിക്കറിയില്ല, വാക്കാല അനുമതിയാണ്. അതിൽ സർക്കാരിനെ നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം നമ്മളൊരു പൊതുയോഗം നടത്താൻ വേണ്ടി ഒരു പെർമിഷൻ കൊടുക്കുന്നു, പോലീസ് പെർമിഷൻ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ പൊതുയോഗം നടത്തിയാൽ നമ്മുടെ മൈക്കടക്കം അവർ പിടിച്ചോണ്ടു. ഒരു 50-100 ആൾ പങ്കെടുക്കുന്ന ഒരു പൊതുയോഗത്തിന് പെർമിഷൻ കൊടുത്തിട്ട് ആ പെർമിഷൻ പോലീസ് തരാതിരുന്ന് നമ്മളത് വയലേറ്റ് ചെയ്ത് നടത്തിയാൽ മൈക്കുൾപ്പെടെ പിടിച്ചുകൊണ്ടോ, പ്രാസംഗികരെ അറസ്റ്റ് ചെയ്തുകൊണ്ടോ 100 കണക്കിന് സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു. കേസെടുക്കും, കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു പറഞ്ഞ് കേസെടുക്കും. അങ്ങനെ പ്രവർത്തിക്കുന്ന ഗവൺമെൻറ്റും നിയമ സംവിധാനങ്ങളും പോലീസും ഒക്കെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യത്തിൽ പുലർത്തുന്ന സമീപനം അത് സംശയാസ്പദമാണ്. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെങ്ങനെയാണ് നമ്മളിപ്പം 19 ഗവർണർ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതെങ്ങനെയാണ് ഫെബ്രുവരി 3 വരെ വികസിക്കുക എന്നുള്ളത് നമ്മൾ കണ്ട് അറിയേണ്ടതുണ്ട്. കാരണം ഇത് ആദ്യത്തെ ഒരു പരീക്ഷണം. അത് മാത്രമല്ല, ഇവര് സാധാരണ ജനക്കൂട്ടല്ലല്ലോ. അതെ. അതായത് വേറെ അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ പൊളിറ്റിക്കലി ചാർജ്ഡ് ആയിട്ടുള്ള വിദ്വേഷ പ്രചാരണം നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് അവർ. ഇപ്പം ഞാനൊരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം വന്ന ഒരു പോസ്റ്റ് ഞാൻ വായിക്കാം. ഒരു ഗിരീഷ് കണ്ണൻ എന്ന് പറയുന്ന ഒരാളാണ് ഈ പോസ്റ്റ് ഇട്ടത്. 2021-25 100 വർഷങ്ങൾക്ക് ഇപ്പുറം, അത് 2021 എന്ന് പറയുന്നത് 1921 2025 100 വർഷങ്ങൾക്ക് ഇപ്പുറം. ഈ 1921 എന്ന് പറയുന്നത് മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സൂചനയാണ്. 100 വർഷങ്ങൾക്ക് ഇപ്പുറം വിച്ഛേദിക്കപ്പെട്ട കബന്ധങ്ങളാൽ നിറഞ്ഞ തൂരിലെ കിണറുകൾക്കുള്ളിൽ ശാന്തി ലഭിക്കാതെ അലഞ്ഞ ആത്മാക്കൾക്ക് മോക്ഷം ലഭിക്കാൻ അതേ മണ്ണിൽ കുംഭമേള മനസ്സും ശരീരവും ഇനി നാവാമുകുന്നതിന്റെ മണ്ണിലേക്ക്. ഇവിടെ ജിഹാദികളാൽ കൊല ചെയ്യപ്പെട്ട നമ്മുടെ പൂർവികർക്ക് ആദരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കുറെ ആളുകളാണ് കുംഭമേള എന്ന് പറഞ്ഞ ഈ സ്ഥലത്തേക്ക് വരാൻ പോകുന്നത്. അപ്പൊ ഇവരെന്തായിരിക്കും അവിടെ ഈ വരുന്ന ഒരു ഇതിനിടയിൽ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം കമ്മ്യൂണിറ്റി ഇതില് മിണ്ടിയാലും പ്രശ്നം, മിണ്ടിയില്ലെങ്കിലും പ്രശ്നം എന്നുള്ള രീതിയിലുള്ളൊരു പ്രശ്നത്തിലാണ് നിലനിൽക്കുന്നത്. അല്ല, അതൊരു പരീക്ഷയാണ്. ഇന്ന് ഈ തൂർ കട എന്ന് പറയുന്നത് നാവാമുകുന്നന്റെ അടുത്തൊന്നുമല്ല, അത് വണ്ടൂരാണ്. വണ്ടൂരില്ല. ഈ എഴുതിയ ആൾക്ക് മലപ്പുറം ജില്ലയുടെ ഭൂമിശാസ്ത്രം അറിയാത്തതുകൊണ്ടാണ്. ഒന്നത് വണ്ടൂരിലാണ്. 2 തൂരിലെ കിണറിനകത്ത് ബ്രിട്ടീഷുകാരെ കൊലപ്പെടുത്തിയിട്ട ഹിന്ദുക്കളും ഉണ്ട്. മുസ്ലിങ്ങൾ മാത്രമല്ല, അതിനകത്ത് ഹിന്ദുക്കളും ഉണ്ട് കൊല്ലപ്പെട്ടവരില്ല. ഇത് ചില സിദ്ധാന്തങ്ങൾ, ഇപ്പം ഈ കുംഭമേളയ്ക്കൊക്കെ അവിടെ ചുക്കാൻ പിടിക്കുന്ന ഒരു ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന, എന്നാൽ ചരിത്രമായിട്ട് ബന്ധമില്ലാത്ത ഒരു എഴുത്തുകാരൻ, സംഘപരിവാറിൻ്റെ ഒരു എഴുത്തുകാരുണ്ട്, തിരൂർ ദിനേശ് എന്ന് പറയുന്ന ആൾ. അയാളാണ് ഇതൊക്കെ പ്ലാൻ ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പം തിരൂർ ദിനേശിൻ്റെ ഒരു കുറേ കാലത്തെ ഒരു അന്വേഷണമാണ് ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് കിണറുകളിൽ 1921 ഇതിൻ്റെ ലഹളയുടെ ഭാഗമായിട്ട് ആളുകൾ കിടക്കുന്നുണ്ട്.
അത് ഇവിടെ മാത്രമല്ല, അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാർ ചെയ്തുകൊണ്ടിരുന്നത് ആരെ കൊന്നാലും കിണറ്റിലിടുക എന്നുള്ള. മാമാങ്കത്തിന്റെ സമയത്തും അതിന് ബ്രിട്ടീഷുകാരല്ല, ഈ സാമൂതിരിയാണ് ചെയ്തത്, ഈ കിണറിലിടുക. ആ കാര്യം ബ്രിട്ടീഷുകാർ തുടർന്നു. പൊട്ടക്കിണറ്റിലേക്ക് തള്ളുക എന്നുള്ളതാണ്. കാരണം തെളിവൊന്നും ഉണ്ടാവില്ല, ആരും തിരയാൻ പോകുന്നില്ല, ബോഡി സംസ്കരിക്കേണ്ട കാര്യമില്ല. അതെല്ലായിടത്തും, ഇന്ത്യയിൽ എല്ലായിടത്തും, ലോകത്തെല്ലായിടത്തും സാമ്രാജ്യത്വവാദികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ബ്രിട്ടീഷുകാർ അതിൽ എക്സ്പെർട്ടുകളായിരുന്നു. അത് കണ്ടിട്ടാണ് സാമൂതിരിയെ പോലുള്ള ആളുകൾ മുമ്പ് ചെയ്തൊരു കാര്യം ബ്രിട്ടീഷുകാർ ആവർത്തിക്കുകയാണ് ചെയ്തത് യഥാർത്ഥത്തിൽ. കാരണം മാമാങ്കത്തിൽ കൊല്ലപ്പെടുന്ന ആളുകളൊക്കെ അങ്ങനെ സംസ്കരിക്കുന്നില്ല, അപമാനിച്ചിട്ട്, ശവശരീരത്തെ പോലും അപമാനിച്ചിട്ട് വിടുകയാണ്. അപ്പം അത് സത്യത്തിൽ ഈ കേരളത്തിലെ ശരിയായ ചരിത്രം പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇതൊരു സുവർണാവസരമാക്കി മാറ്റാൻ പറ്റും. മതനിരപക്ഷവാദികൾക്കും ഇടതുപക്ഷക്കാർക്കൊക്കെ ഇതൊരു അവസരമാണ്. കാരണം കേരളത്തിൻ്റെ ഈ ചരിത്രത്തിലെ അറിയപ്പെടാത്ത ഒരുപാട് ഏടുകളുണ്ട്, അത് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള അവസരമാണ്. ഇവർ ഈ പറയുന്നല്ല ചരിത്രം. ഇവർ ബുദ്ധമതക്കാരെ, ആയിരക്കണക്കിന് ബുദ്ധ ഭിക്ഷുക്കളെ, ജൈന ഭിക്ഷുക്കളെ കൊലപ്പെടുത്തി അവരുടെ ആരാധനാലയങ്ങളും വിഹാരങ്ങളും ക്ഷേത്രങ്ങളൊക്കെ പിടിച്ചെടുത്ത ഒരു അനുഭവമുണ്ട്. കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട്, അത് കേരളത്തിന് പുറത്തുണ്ട്. അപ്പം അത് എവിടെയൊക്കെയാണ്, എങ്ങനെയാണെന്ന് പറയാവുന്ന ഒരു സമയമാണ്. എന്തായിരുന്നു കഴുവേറ്റിക്കല്ല്, എങ്ങനെയാണ് അവർ ആളുകളെ കൊലപ്പെടുത്തിയത്, എങ്ങനെയാണ് ഒരു കുന്തം ഒരാളുടെ ശരീരത്തിന് നെടുകെ കുന്തം കയറ്റി കൊല്ലുന്ന രീതി, കഴുവേറ്റി കൊല്ലുന്ന രീതി, അങ്ങനെ ആയിരക്കണക്കിന് മനുഷ്യരെ, 10,000-കണക്കിന് മനുഷ്യരെ കൊലപ്പെടുത്തിയിട്ടാണ് ഈ ബ്രാഹ്മണ സ്വഭാവത്തിലുള്ള ഒരു ഹിന്ദുമതം കേരളത്തിൽ സ്വാധീനം പിടിച്ചെടുക്കുന്നത്. അത് ആലുവ മണപ്പുറത്തെ പിതൃക്കൾക്ക് കൊടുക്കുന്ന ബലിക്കകത്ത് അതുണ്ട്. ആലുവ മണപ്പുറം ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു. അങ്ങനെ ബൗദ്ധരെ കൊന്നു തള്ളിയ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ആലുവ മണപ്പുറം. അതുകൊണ്ടാണ് അവിടെ പിതൃക്കളുടെ ശാന്തിക്ക് വേണ്ടി ആളുകൾ ബലിയിടാൻ പോകുന്നത്. എല്ലാ തിരുനാവായിലും അത് തന്നെയാണ്. അതൊരു ബൗദ്ധ കേന്ദ്രമായിരുന്നു, ബുദ്ധമതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രമായിരുന്നു. അപ്പോൾ ഈ ചരിത്രം എങ്ങനെയാണ് കേരളത്തിന് പുറത്തൊക്കെ ബുദ്ധമതത്തെ, ജൈനമതത്തെ ഇല്ലാതാക്കിയത് എന്ന ചരിത്രം കൂടി പറയാവുന്ന ഒരു സന്ദർഭമാണ്. അത് ഈ കുംഭമേള കഴിഞ്ഞാൽ കേരളത്തിലെ ചരിത്രകാരന്മാരും സാംസ്കാരിക പ്രവർത്തകരും ഒക്കെ അതിലേക്കാണ് പോകേണ്ടത്. അതാണ് സംഘപരിവാറിന് കൊടുക്കാനുള്ള മറുപടി. ഞാൻ മറ്റൊരു പോസ്റ്റ് വായിക്കാം. സനാതനധർമ്മം കഷ്ടത്തിലാവുന്ന ഘട്ടത്തിൽ അവർ ഇറങ്ങും ആയുധമേന്തി. ഈ ശംഖ് മാറ്റി ആയുധം എടുപ്പിച്ചാൽ പിന്നെ നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല, അത് ഓർമ്മ വേണം. മഹാമാഘ മഹോത്സവം, അതിപ്പോൾ നടക്കാൻ പോകുന്ന കുംഭമേളനെ അവർ വിളിക്കുന്ന പേരാണ്. നിശ്ചയിച്ച സ്ഥലത്ത് നിശ്ചയിച്ച സമയത്ത് തന്നെ നടക്കും. വോട്ട് ബാങ്ക് കണ്ട് പിണറായി തുള്ളാൻ നിന്നാൽ അതിനെ മറികടക്കാൻ ശേഷി കേരളത്തിലെ ഹിന്ദു സമൂഹം ആർജിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സനാതനധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി നടക്കുന്ന, പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സനാതനധർമ്മത്തിന്റെ ശത്രുവായിട്ട് അവര് നിരന്തരം അവരുടെ വാക്കുകളിലുള്ളത് ജിഹാദി എന്ന് പറഞ്ഞിട്ടാണ് അവർ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മുസ്ലിങ്ങളാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം, അല്ലെങ്കിൽ അതാണ് അവരുടെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ച് നടക്കുന്നൊരു പരിപാടി. അല്ലാണ്ട് ഇതൊരു വളരെ നിഷ്കളങ്കമായ ഒരു പരിപാടിയല്ല. മുസ്ലിങ്ങൾക്കെതിരെ ചെയ്യുന്നു, സനാതനധർമ്മത്തെ സംരക്ഷിക്കാൻ ചെയ്യുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്താണോ ഹിന്ദു മതം പണ്ട് ചെയ്തിരുന്ന അതേ കാര്യം തന്നെ, അല്ലെങ്കിൽ ഹിന്ദു മതം എന്ന് നാം പറയപ്പെടുന്ന ആ ഒരു ആശയം എന്താണോ ചെയ്തിരുന്നത് അതേ കാര്യം തന്നെ ചെയ്യാൻ വേണ്ടി. പക്ഷെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം, സന്യാസിമാരെ ആയുധമണിയിക്കുന്ന, അത് നേരത്തെ പറഞ്ഞതുപോലെ ഈ പറയുന്ന ആനന്ദവനം ഭാരതി, അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ അഖാഡയിൽപ്പെട്ട ആളുകളാണ് ബാബറി മസ്ജിദ് പൊളിച്ചതെന്നാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളാണ് ഇതിലേക്ക് വരുന്നത്. ഇതിന് മലപ്പുറമായി കൂടി നേരത്തെ പറഞ്ഞാൽ ഇത് മലപ്പുറം കുംഭമേള എന്നുകൊണ്ട് മലപ്പുറമായി കണക്ട് ചെയ്യുന്നൊരു രീതി കൂടി. അത് പുറത്തൊരു മാർക്കറ്റ് കിട്ടണേ മലപ്പുറം എന്ന് പറയുന്നത്. കാരണം മലപ്പുറത്തെ കുറിച്ച് പുറമെ ഉത്തരേന്ത്യയിലൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ളത് മലപ്പുറത്ത് ഇങ്ങനെ മുസ്ലിങ്ങളുടെ ഇതുകൊണ്ട് ജീവിക്കാൻ വയ്യാതാണ്. കാരണം റംസാൻ കാലത്ത് കുടിക്കാൻ വെള്ളം കിട്ടൂല, അങ്ങനെയൊക്കെ ഒരുപാട് കഥകളുണ്ട്. യഥാർത്ഥത്തിൽ മലപ്പുറത്ത് ജീവിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഒരു പൊള്ളത്തരം മനസ്സിലാവുള്ളൂ. മലപ്പുറം ജില്ലയിൽ വലിയ തമാശയാണ്. കേരളത്തിലെ തെക്കൻ ജില്ലകളിൽ നിന്നും വടക്കൻ ജില്ലകളിൽ നിന്നും ധാരാളം പേര് മലപ്പുറത്ത് അധ്യാപകരായിട്ടും മറ്റും ജോലിക്ക് വന്നിട്ടുണ്ട്. കാരണം വളരെ പെട്ടെന്ന് ഒരുപാട് സ്കൂളുകളും കോളേജുകളൊക്കെ മലപ്പുറം ജില്ലയിൽ വന്നു. കഴിഞ്ഞ നൂറ്റാണ്ടുകാലത്തെ അനുഭവമാണ്. അപ്പോൾ ഈ സ്വകാര്യ സ്കൂളുകളിൽ അധ്യാപകർ വേണ്ടത്ര മലപ്പുറം ജില്ലയിൽ നിന്നുള്ളവരില്ല. അതുകൊണ്ട് കൊല്ലം ജില്ലയിൽ നിന്നും തിരുവനന്തപുരം ജില്ലയിൽ നിന്നും ആലപ്പുഴയിൽ നിന്നും കോട്ടയത്തു നിന്നും കാസർഗോഡ് നിന്നും ഒക്കെ കോഴിക്കോട് നിന്നൊക്കെ ആളുകൾ മലപ്പുറത്തേക്ക് പോകും. കൊല്ലം ജില്ലയിൽ നിന്നും തിരുവനന്തപുരം ജില്ലയിൽ നിന്നൊക്കെ വന്നവർ ഒന്നും പിന്നെ മടങ്ങി പോയിട്ടില്ല. ഈ അധ്യാപകരൊക്കെ ഇവിടെ ഒരു 5 സെൻറ്റ് സ്ഥലം വാങ്ങി വീട് വെച്ച് ഇവിടുന്ന് തന്നെ വിവാഹം കഴിക്കുകയാണ്. അത് ടീച്ചർമാരായിരിക്കും മിക്കവാറും, അല്ലെങ്കിൽ മാഷന്മാരായിരിക്കും. പലതും ഇന്റർകാസ്റ്റ് മാരേജുകളാണ്. വളരെ രസമുള്ള പഠിക്കേണ്ട ഒരു വിഷയമാണ്. പല ആളുകളും ഇന്റർകാസ്റ്റ് മാരേജാണ്. മുസ്ലിങ്ങളെ കല്യാണം കഴിച്ചവരുണ്ട്, ക്രിസ്ത്യാനികളെ കല്യാണം കഴിച്ചവരുണ്ട്, ജാതി മാറി കല്യാണം കഴിച്ചവരുണ്ട്. പക്ഷെ അവരാരും മലപ്പുറം വിട്ടു പോകുന്നില്ല. അവർ മലപ്പുറത്ത് സ്ഥിരതാമസമാക്കുകയാണ്.
എന്തിനാ കൊല്ലം ജില്ലയിൽ നിന്ന് വരുന്ന ഒരാൾ, ആലപ്പുഴ ജില്ലയിൽ നിന്ന് വരുന്ന ഒരാൾ മലപ്പുറത്ത് സ്ഥിരതാമസാക്കി നിൽക്കുന്ന അയാൾ മടങ്ങി പോകുന്നില്ല. അപ്പോൾ അവരുടെ നാട്ടിലേക്കാൾ കംഫർട്ടബിൾ ആണ് മലപ്പുറം ജില്ല എന്നുള്ളതുകൊണ്ട്. രണ്ടാമത്തെ കാര്യം, പല പഞ്ചായത്തുകളിലും നോക്കിയാൽ കാണാവുന്ന ഒരു രസകരമായ കാര്യം, പല സ്ഥലങ്ങളിലും അവിടുത്തെ സഹകരണ ബാങ്കിൻ്റെ പ്രസിഡൻ്റായിട്ട് വരുന്നത് ആ മലപ്പുറം ജില്ലയിലുള്ള ആളല്ല. ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ വന്നിട്ട് ഇവിടെ സെറ്റിൽ ചെയ്തിട്ട് അവരാണ് പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് വന്നവരുണ്ട്, ബാങ്കിൻ്റെ പ്രസിഡൻ്റായിട്ട് വന്നവരുണ്ട്. എന്ന് വെച്ചാൽ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലങ്ങളിൽ പോലും പ്രാദേശികമായിട്ട് ഈ പുറത്തുനിന്ന് വന്ന അവരെ നമ്മൾ പുറമേ നിന്ന് വന്നവരാണെന്ന് കരുതിയിട്ട് മലപ്പുറത്തുകാർ മാറ്റി നിർത്തുന്നില്ല. അങ്ങനൊരു കൾച്ചർ അവിടെ ഇല്ല. അങ്ങനെ കൾച്ചറേ ഇല്ല. അവർ സാമൂഹ്യ ജീവിതത്തിൻ്റെ നേതൃസ്ഥാനത്തുണ്ട്, ഇടപഴകി ജീവിക്കുന്നുണ്ട്. അപ്പം ഇത് ഇല്ലാത്ത, എന്ന് വെച്ചാൽ മലപ്പുറത്തിൻ്റെ ഒരു സാമൂഹ്യ ജീവിതത്തെക്കുറിച്ച് അതെങ്ങനെയാണ് നടന്നു പോകുന്നതെന്ന് അറിയാത്ത ആളുകൾ നടത്തുന്ന പ്രചരണമാണ്. അവരിവിടെ മലപ്പുറം ജില്ലയിൽ വന്നിട്ട് ഇവിടെ ഒരു ഗൗരവമായിട്ട് ഒരു അന്വേഷണം നടത്തുകയും ഇവിടുത്തെ ജീവിതാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്താൽ ഈ പറയുന്ന തരത്തിലുള്ളൊരു ജില്ലയേ അല്ല മലപ്പുറം എന്ന് ബോധ്യമാവും. കേരളത്തിലിപ്പോൾ കഴിഞ്ഞൊരു 10-25 കൊല്ലം കൊണ്ട് ഒരുപാട് സ്ഥലത്ത് സാമൂഹിക സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാ ജില്ലയിലുമുണ്ട്. കണ്ണൂർ ജില്ലയിലൊക്കെ അതിൻ്റെ സംഘർഷം വളരെ രൂക്ഷമാണ്. അത് പലപ്പോഴും ചിലപ്പോൾ രാഷ്ട്രീയമായിട്ട് വരും, ചിലപ്പോൾ മതപരമായിട്ട് വരും. മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞൊരു 10-50 വർഷമായിട്ട് അത്തരം ഒരു സംഘർഷം ഉണ്ടായിട്ടില്ല. സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി മുഴുവൻ മലപ്പുറത്തെ കുറിച്ചാണ്. അതെ, പരാതി മുഴുവൻ മലപ്പുറത്തെ കുറിച്ചാണ്. മലപ്പുറത്ത് അങ്ങനെ വർഗീയ ലാഭങ്ങൾ ഉണ്ടായിട്ടില്ല, രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടില്ല. കണ്ണൂർ ജില്ലയിലുള്ളതിനേക്കാൾ സുഖകരമായ ജീവിതാവസ്ഥ മലപ്പുറത്തുണ്ട്. ആലപ്പുഴ തിരുവനന്തപുരത്തുള്ളതിനേക്കാൾ സാമൂഹ്യ സംഘർഷങ്ങൾ കുറവാണ്. അപ്പോൾ ഈ മലപ്പുറത്തിൻ്റെ ഈ ഒരു പ്രത്യേകതയെക്കുറിച്ചാണ് ശരിക്കും മലപ്പുറത്തുകാർ പറയേണ്ടത്. അവരത് പറഞ്ഞു തുടങ്ങേണ്ടതുണ്ട്. അത് പറയാനുള്ള ഒരു അവസരമായിട്ട് കൂടി ഈ കുംഭമേളയെ മാറ്റേണ്ടതുണ്ട്. ഈ കുംഭമേള വളരെ, കുംഭമേളയല്ല, ഈ കാർണിവലാണ്. അത് സമാധാനപരമായിട്ട് നടക്കുകയും അതിൽ സംഘർഷം ഉണ്ടാക്കാനുള്ള ഈ സംഘപരിവാറിൻ്റെ ആളുകളുടെ ശ്രമങ്ങളെ വിവേകം കൊണ്ട് മലപ്പുറത്തെ ജനങ്ങൾ പരാജയപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞതിന് ശേഷം കേരളത്തിൻ്റെ സാമൂഹ്യ അവസ്ഥയിൽ എങ്ങനെയാണ് സംഘപരിവാർ ഇടപെടുന്നതിനെക്കുറിച്ചുള്ള ഒരു വലിയ സാംസ്കാരിക മുന്നേറ്റം, അതുമായി ബന്ധപ്പെടുത്തിയുള്ള ഒരു വലിയ പുരോഗമനപരമായ ഒരു സാംസ്കാരിക മുന്നേറ്റം രൂപപ്പെടുത്തിയെടുക്കേണ്ട ബാധ്യത മലയാളികൾക്കുണ്ട്. എന്തായാലും ഇപ്പം ഇത് തുടങ്ങിയിട്ടില്ല. ഇതിൻ്റെ ആദ്യഘട്ട ചടങ്ങുകളാണ് തുടങ്ങിയിട്ടുള്ളത്. 19-ാം തീയതി ഗവർണർ ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി അത് ആരംഭിക്കും. ഏകദേശം കുറേ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഫെബ്രുവരി 3 അവസാനിപ്പിക്കും. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഇതിൽ സർക്കാർ വളരെ ഒരു ദൃക്സാക്ഷിയെ പോലെ മാത്രം നോക്കി നിൽക്കുകയും ജനങ്ങളുടെ ഭാഗധേയം അവർ തന്നെ നിർണ്ണയിക്കട്ടെ എന്ന ഒരു രീതിയിലേക്ക് പോകുന്നത് എത്രമാത്രം ആരോഗ്യകരമായിരിക്കും, അല്ലെങ്കിൽ അതിൽ എന്താണോ അവർക്ക് ചെയ്യേണ്ടത്, അവർക്ക് കുറേ കാര്യങ്ങൾ ആലോചിക്കാനുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെയുള്ളൊരു വിദ്വേഷ സംഘം കടന്നു വരുമ്പോൾ, വിദ്വേഷ പ്രചാരകർ കടന്നു വരുമ്പോൾ അതും ആയുധമേന്തി ഞങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് ഉറക്കെ പറഞ്ഞിട്ട് വരുന്ന അവരുടെ വെബ്സൈറ്റൊക്കെ വായിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മലയാളി ഇനി എന്താണ് അഭിമുഖീകരിക്കാൻ പോകുന്നത് നമുക്കൊരു വ്യക്തതയില്ല. ഒരു ആശങ്കയോട് കൂടി നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാതെ